പരിചയപ്പെടുത്തും മുഹമ്മദ് പെരുന്നാൾ അവസാനിപ്പിച്ചെന്ന് കരുതുന്നു. ഇനി ആരും മുന്നോട്ട് കാണുന്നില്ല. അടുത്തതായിട്ട് പരിപാടിയിലെ കവികൾ അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ബഹുമാന്യനായ ശ്രീ പരിപുര മോശം ക്ഷണിക്കുന്നു. ആരംഭിക്കുകയാണ്. ചെറിയ ചെറിയ ചില തൊഴിലുകൾ, ഭക്ഷണ തൊഴിലുകൾ. നരകത്തിലേക്ക് ഒരു ടിക്കറ്റ്. ഉസ്താദെ ഉസ്താദെ ആരാണ് ഗാന്ധി? ഉസ്താദെ ഉസ്താദെ ആരാണ് ഗാന്ധി? നല്ലവൻ അഹിംസാവാദി, അന്യരെ സ്നേഹിച്ച നല്ലവൻ അഹിംസാവാദി, അന്യർക്ക് വേണ്ടി ഹിന്ദുവിനാൽ കൊല്ലപ്പെട്ടവൻ. ഗാന്ധി ഇപ്പോൾ സ്വർഗത്തിലാണ് അല്ലേ? അല്ല, മുസ്ലിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശനം ഇല്ല. സ്വാമി ആരാണ്? ഭഗത് സിംഗ്, ധീരൻ, വിപ്ലവകാരി, രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയാണ്. ഭഗത് സിംഗ് ഇപ്പോൾ സ്വർഗത്തിലാണ് അല്ലേ? അല്ല, അഹിന്ദുക്കൾക്ക് സ്വർഗത്തിൽ പ്രവേശനം ഇല്ല. അച്ഛോ ആരാണ് ആരാണ്? ഗാഫർ ഖാൻ, അതിർത്തി ഗാന്ധി, അഹിംസാവാദി, അന്യരെ സ്നേഹിച്ച മഹാൻ. ഗാഫർ ഖാൻ ഇപ്പോൾ സ്വർഗത്തിലാണ് അല്ലേ? ദൈവദോഷം പറയാതെ ക്രൈസ്തവർക്ക് സ്വർഗത്തിൽ പ്രവേശനം ഇല്ല. നല്ലവരെല്ലാം നരകത്തിൽ. ഒരു ടിക്കറ്റ് തരൂ നരകത്തിലേക്ക്. ചായ എന്ന നഗ്ന കവിത. ചായ ഉണ്ടാക്കാൻ പഞ്ചസാരയില്ല, നല്ലത്. പ്രമേഹം വരില്ലല്ലോ. പാലില്ല, വളരെ നല്ലത്. കൊഴുപ്പ് വർദ്ധിക്കില്ലല്ലോ. തേയിലയുമില്ല, വളരെ വളരെ നല്ലത്. ലഹരി പദാർത്ഥങ്ങൾ പാടില്ല. വെള്ളവുമില്ല, വളരെ 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 നല്ലത്. മഞ്ഞപ്പിത്തവും കോളറയും വരില്ലല്ലോ. അപ്പോൾ ചായ എന്തതിശയമേ സങ്കൽപ്പ ചായ, എത്ര മനോഹരമേ. എന്തതിശയമേ സങ്കൽപ്പ ചായ, എത്ര മനോഹരമേ. അംഗം എന്ന നഗ്ന കവിത. ഇനിയും ഒരു ബാല്യം തന്നാൽ സ്വീകരിക്കുമോ? ഇനിയും ഒരു ബാല്യം തന്നാൽ സ്വീകരിക്കുമോ? ഇല്ല. എന്തുകൊണ്ട്? ഇനിയും ഒരു SSLC അംഗം വയ്യ. ചിത്രങ്ങൾ എന്ന നഗ്ന കവിത. സ്വർണം കെട്ടിയ കല്യാണ പന്തലിൽ 2 ചിത്രങ്ങൾ. കെട്ടുപെണ്ണിനെ ഓട്ടക്കണ്ട കൊണ്ട് പോലും നോക്കാത്ത ഗുരു. 16,008 ഭാര്യമാരുടെ നീലക്കാർ വർണ്ണൻ. അതിഥിയായി എത്തിയ സ്വാമി സമ്മാനിച്ചത് ശ്രീരാമന്റെ ചിത്രം. നവദമ്പതികളെ പിന്നെ ഞാൻ കണ്ടത് കുടുംബ കോടതിയുടെ വരാന്തയിൽ. യുറീക്ക എന്ന നഗ്ന കവിത. ബാലികയെ ബലാത്സംഗം ചെയ്തവരിൽ 8 ഹിന്ദുക്കൾ, 6 മുസ്ലിങ്ങൾ, 4 ക്രിസ്ത്യാനികൾ. യുറീക്ക യുറീക്ക, മതസൗഹാർദ്ദം മതസൗഹാർദ്ദം. പുയ്യാപ്ല എന്ന നഗ്ന കവിത. 8ാം ക്ലാസ്സിലെ 8ഉം പൊട്ടും തിരിയാത്ത കുഞ്ഞാമിനെ കാണാൻ ഒരാള് വന്നു. കൊട്ടകവിയർപ്പിന്റെ സുഗന്ധം, ദാടി, തലേക്കെട്ട്, നെറ്റിയിൽ ചെമ്പ് തൊട്ട്. ഉമ്മ പറഞ്ഞു പുയ്യാപ്ല, പാപ്പ പറഞ്ഞു പുയ്യാപ്ല, കുഞ്ഞാമിനയുടെ ഉള്ളു പറഞ്ഞു ഉപ്പുപ്പ ഉപ്പുപ്പ. ഗൾഫ് യുദ്ധം എന്ന നഗ്ന കവിത. സ്റ്റാഫ് റൂമിൽ ഗൾഫ് യുദ്ധം. 101 സാരി ഉണ്ടെന്ന ശ്യാമള ടീച്ചർ, 100 കാണൂ എന്ന ഷക്കീല ടീച്ചർ. യുദ്ധാവസാനം 2 നിരപരാധികൾ ക്ലാസ് മുറിയിൽ മരിച്ചു കിടന്നു. ഫിസിക്സും കെമിസ്ട്രിയും. കുളം എന്ന നഗ്ന കവിത. മമ്മി നാം കുളം എന്ന് എഴുതാൻ പഠിച്ചു. എങ്ങനെ മോളെ? ആദ്യം കൂ എഴുതണം, പിന്നെ എസും 0യും. കുളം. കർത്താവെ, കൂവൻ കൂടി ഇംഗ്ലീഷ് എന്ന് എന്റെ മോളെ രക്ഷപ്പെടുത്തണേ. സ്കൂൾ ഡേ എന്ന നഗ്ന കവിത. മമ്മിയെയും ഡാഡിയെയും കൂട്ടി യൂണിഫോം ഇട്ടാണ് എല്ലാരും വന്നിട്ടുള്ളത്. മമ്മിയെയും ഡാഡിയെയും കൂട്ടി യൂണിഫോം ഇട്ടാണ് എല്ലാരും വന്നിട്ടുള്ളത്. റീത്ത മിസ്സിന്റെ റിപ്പോർട്ട് തുടങ്ങിയപ്പോഴേ ഞാൻ ഉറങ്ങി. അലർച്ച കേട്ട് ഞെട്ടി ഉണർന്നപ്പോൾ സ്റ്റേജിൽ ഒരു താടിക്കാരൻ കവിത വായിക്കുകയാണ്. രാഹുകാലം എന്ന നഗ്ന കവിത. 1.5 മണിക്കൂർ അയാൾ പിടിച്ചു നിന്നു. രാഹുകാലത്തിൽ മൂത്രമടിക്കുന്നത് എങ്ങനെ? കുറെ കാലം കഴിഞ്ഞപ്പോൾ ഡോക്ടറെ കാണേണ്ടി വന്നു. അന്ന് തുടങ്ങി ഗുളിക കാലം. ഫോണിന്മേൽ കളി എന്ന നഗ്ന കവിത. ഫോണേട്ട എവിടെ? ഞാൻ കൊല്ലത്ത്. ഫോണത്തി നീ എവിടെ? ഞാൻ കണ്ണൂര്. 2 പേരും തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ അടുത്തടുത്ത സീറ്റുകളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. കൾച്ചർ എന്ന നഗ്ന കവിത. അയ്യേ, ഈ ഡാഡിക്ക് തീരെ കൾച്ചറില്ല. ഇങ്ങനെയാണ് പറയേണ്ടത്. ഗുരുവായൂർ ഡാഡി, കൊടുങ്ങല്ലൂർ മമ്മി,
ശബരിമല അങ്കിൾ, മാളികപ്പുറത്ത് ആന്റി, പറശ്ശിനിക്കടവ് ഗ്രാൻഡ് പപ്പ. കിഴങ്ങുകൾ എന്ന നഗ്ന കവിത. കിഴങ്ങുകൾക്ക് പേരിട്ട ഗവേഷകരെ സമ്മതിക്കണം. ശ്രീകല, ശ്രീലത, ശ്രീധന്യ, ശ്രീ കാർത്തിക. ശ്രീകുമാർ എന്ന ഒരു കിഴങ്ങിനും പേരില്ല. എല്ലാം കിഴങ്ങ. പശു എന്ന നഗ്ന കവിത. അധ്യക്ഷനാണ് ചതിച്ചത്. വേദിയിൽ കിടന്ന പശുവിനെ അഴിച്ച് മൈക്കിന്റെ കാലിൽ കെട്ടി. പശു 1.5 മണിക്കൂർ ഓർമ്മകൾ അയവിറക്കി. സദസ്സ് ശൂന്യമായി. പ്രസിദ്ധി എന്ന നഗ്ന കവിത. കഴിച്ച മദ്യം 30 മില്ലി ലിറ്റർ. കഴിച്ച മദ്യം 30 മില്ലി ലിറ്റർ. അതിന്റെ കുപ്രസിദ്ധി 3000 കിലോമീറ്റർ. മാരേജ് ബ്യൂറോ എന്ന നഗ്ന കവിത. പള്ളിക്കല്യാണം. ആകാശത്തേക്ക് നോക്കി പുരോഹിതൻ പറഞ്ഞു, വധൂവരന്മാരെ കണ്ടെത്തിയതും കൂട്ടിയോജിപ്പിച്ചതും ദൈവമാകുന്നു. സദസ്സിന്റെ പിൻനിരയിൽ ഒരാൾ ഇരുന്ന് ഊറിച്ചിരിക്കുന്നുണ്ടായിരുന്നു. മാരേജ് ബ്യൂറോ നടത്തുന്ന യുവതിയുടെ ചായൻ. അവധി എന്ന നഗ്ന കവിത. ഈശ്വര, കണക്ക് മാഷ് അവധിയായിരിക്കണേ. കണക്ക് മാഷ് വന്നു, വഴക്ക് കിട്ടി. ഈശ്വരൻ അവധിയിലായിരുന്നു. എന്റെ നഗ്ന കവിതകൾ. പമ്പാ സ്നാനം എന്ന നഗ്ന കവിത. മുങ്ങി നിവർന്നപ്പോൾ മുടിയിൽ പറ്റിയ ചന്ദനവും കൊണ്ടാത്തു വിളിച്ചു മുരുകപ്പ സ്വാമി. മുങ്ങി നിവർന്നപ്പോൾ മുടിയിൽ പറ്റിയ ചന്ദനവും കൊണ്ടാത്തു വിളിച്ചു മുരുകപ്പ സ്വാമി. കണ്ണും പൊട്ടി മൂക്കും പൊത്തി കൂടെ വിളിച്ചു കന്തപ്പ സ്വാമി. പമ്പയിൽ വാസനൈ ശരണമയ്യപ്പ. രക്തസാക്ഷിയുടെ മകൾ എന്ന കവിത. ഒരു നഗ്നകവിതയുടെ വിവാദപ്പെടുന്നതല്ല, നല്ലതാണ്. നമ്മുടെ നാട്ടില് ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും വള്ളത്തിൽ പോയി മീൻ പിടിക്കുന്നവരും ബോട്ടിൽ പോയി മീൻ പിടിക്കുന്നവരും തമ്മിൽ വഴക്കുണ്ടായപ്പോൾ മരിച്ചുപോയ ഒരു ജോസഫേട്ടന്റെ മകളെ കുറിച്ചുള്ള കവിത. കടലിൽ നോക്കിയിരിക്കുന്ന ആട്ടാണ് കവിത. കരയ്ക്കും വരയ്ക്കും ഇടയ്ക്കായി പിടയ്ക്കും കടൽ കണ്ടു നിൽക്കെ പെരുങ്കാറ്റിരമ്പം. കടൽ ചങ്ങലയ്ക്കിട്ടൊരസ്വസ്ഥ ജന്മം. തുടൽ പാടുരുമൊന്നു ദീർഘനിശ്വാസം. തിരപ്പത്തി പൊട്ടിത്തെറിപ്പതും നോക്കി കരൽ കണ്ണിരാമത്തു കത്തിച്ചു കാട്ടി കരയ്ക്കുണ്ടൊരു തീ. കരിക്കട്ടകാലപ്പെരുക്കങ്ങളാകി കടും വജ്രമാക്കി ജ്വലിപ്പിച്ച പോലെ കരയ്ക്കുണ്ടൊരു തീ. ഇവൾ രക്തസാക്ഷിയുടെ ഓമനപുത്രി. ചരിത്രം ചവിട്ടിക്കുഴച്ചിട്ട മണ്ണിൽ ചിരിക്കുന്ന ചിത്രം വരച്ചും തെളിച്ചും കയർക്കുന്നൊരു തീ. ഇവൾ രക്തസാക്ഷിയുടെ ഓമനപുത്രി. ഇവൾക്കില്ല കൂടം ഉണക്കമീ പാടം മണക്കുന്ന വേനൽ. ചലച്ചിത്രഗാനം ത്രസിക്കുന്ന പെണ്ണുടൽ ചാനൽ പെരുമ്പര. ഇവൾക്കില്ല രക്ഷകൻ ക്രിസ്തു പുറംപോക്ക് വസ്തു പശു ചിട്ടി പാട്ടം പ്രമാണം. ഇവൾക്കില്ലുറങ്ങാനും ഒന്നാനും അല്പം കുടിക്കാനുമില്ലൊന്നൊടുക്കാനുമില്ല. ഇവൾ രക്തസാക്ഷിയുടെ ഓമനപുത്രി. ജനിക്കാൻ വിശക്കാൻ മരിക്കാൻ മനുഷ്യർക്കിടം കൊണ്ട ഭൂവിൽ ചുമച്ചും കിതച്ചും വിയർത്തും കലപ്പത്തലപ്പിൽ പിടിച്ചും തിളയ്ക്കുന്ന നേരം വിയർക്കാതെ അന്നം ഭുജിക്കുന്നവർക്കായി കസേര കിടക്ക കൊടുക്കുന്ന രാവിൽ എതിർത്തോനെ ഉന്നം പിടയ്ക്കാതെ നിർത്തി
വെളിച്ചില്ലിലെല്ലാം തകർക്കുന്ന നാളിൽ മുകിൽ നെറ്റി പൊട്ടി പിളർന്ന് ഏറെ നേരം കൊഴുക്കും മഴയ്ക്കും തലയ്ക്കും ചെളിക്കും മനസ്സില്ല എന്ന് മറുത്ത് ഉഗ്രവാദ കൊടി കൂറകെട്ടി പറത്തുന്നൊരു തീ ഇവൾ രക്തസാക്ഷിയുടെയോ മനപുത്രി നെഞ്ചത്തു മുന്നോട്ടു മുന്നോട്ടു പായും ജനങ്ങൾ മയങ്ങൾ യുരത്തീവനങ്ങൾ വീഴുന്ന അച്ഛൻ തലച്ചോറ് വീറിത്തെറിക്കുന്നു ചോര മണൽക്കൂരയിൽ നിന്നു ചാലു ചാലായി തൊലിക്കുന്നു അങ്ങാത്തൊരാരക്തധാര ആ തലച്ചമ്മ വീണപ്പോൾ മുലക്കണ്ണിരാത്തിയോടെ ചുണ്ടമത്തി കിടന്നോൾ ഇവൾ രക്തസാക്ഷിയുടെയോ മനപുത്രി ഉപ്പും പരിപ്പും മുഴക്കരിച്ചോറും കപ്പയും മീനും മരുന്നും പിടിക്കാൻ അച്ഛൻ പടപ്പെട്ട ചാവേർ ചരിത്രം പൊട്ടിച്ചിരിച്ചു തിരസ്കരിക്കുമ്പോൾ ഉള്ളിലിറങ്ങി കറങ്ങി പുറത്തേക്കു തെന്നി വീഴാറുണ്ട് നൊമ്പരം പമ്പരം പമ്പരക്കാലിൽ കുഴിഞ്ഞ് അന്തി പൊട്ടി പനയ്ക്കുന്ന ചോരയ്ക്കു സാക്ഷ്യപ്പെടുത്താൻ ഉറയ്ക്കാത്തവണ്ണ് മറയ്ക്കാത്തടന്ന് തുലയ്ക്കുന്നു ചീർക്കുന്ന വാക്കിന്റെ മുള്ള് ഇവർക്കെന്റെ നീരിന്റെ ജീവൽ പതാക ഇവർക്കെന്റെ നീരിന്റെ ജീവൽ പതാക കൊടുന്നോവ് പൊട്ടിക്കിളുക്കുന്ന ഗാഥ ഇവർക്കെന്റെ പ്രാണന്റെ നീയാഭിവാദ്യം തുടിക്കുന്ന ബോധക്കറുപ്പിന്റെ വാദ്യം കടൽ കുങ്കുമം വിറ്റ വ്യാപാരികൾക്കായി ഇരുൾ കമ്പളങ്ങൾ വിരിച്ചലയ്ക്കുമ്പോൾ മുടിക്കെട്ടു കാറ്റത്തഴിച്ചിട്ടു ചിക്കി വെടിക്കെട്ടു നെഞ്ചത്തമർത്തിച്ചിലമ്പി കരയ്ക്കൊണ്ടൊരു തീ ഇവൾ രക്തസാക്ഷിയുടെയോ മനപുത്രി മനുഷ്യപ്രശ്നം മനുഷ്യരായില്ലാത്തൊരു സമയം എത്ര മനുഷ്യന്മാര് മോശം അവരവരുടെ പൂർവികരായിട്ടുള്ള നമ്മളെ അവരുടെ കുട്ടികളെ പരിചയിപ്പിക്കാൻ വേണ്ടി എക്സിബിറ്റ് ചെയ്തു ഇതൊക്കെ സമയം ചെങ്കൽ കവാടം നരച്ച വിളക്കുകൾ മഞ്ഞയുടുത്ത മരിച്ച മാച്ചില്ലകൾ ഗന്ധമില്ലാത്ത പുഷ്പങ്ങൾ നമസ്കാര സംഗീതമാലപിക്കും ഊർജ സംഘങ്ങൾ ഒന്നാം മണി മുഴങ്ങുമ്പോൾ പ്രവേശനം ഇന്ന് ഉച്ച തൊട്ട് മനുഷ്യ പ്രദർശനം എന്ന ജന്മങ്ങൾ നഗരപിതാവിനാൽ ഗന്ധർവരെന്നു വാഴ്ത്തപ്പെട്ട ജീവികൾ വന്നിരിക്കുന്നു കുടുംബങ്ങളായി കുറെ കുഞ്ഞു റോബോട്ടുകൾ ഓടിക്കളിക്കുന്നു ഉദ്ഘാടനാനന്തരം പട്ടുടുപ്പിട്ട് വിദ്യുത്കരങ്ങൾ ഉയർത്തി ഒരു ലോഹപുത്രൻ വരുന്നു വിശദീകരിക്കുന്നു ബുദ്ധിമാന്മാർ നമ്മൾ യാന്ത്രിക വംശജർ തൊട്ടും തുടച്ചും അശുദ്ധമാക്കിയിടരുത് ഒറ്റ മനുഷ്യ പ്രദർശന വസ്തുവും കാണുക ഇക്കൈങ്കൂറ്റൻ പെരുന്തച്ചൻ ഈ കൈകളാൽ തീർത്തതാണ് സർവസ്വവും കണ്ണീരിനാൽ കരൾക്കെണ്ണം നിറച്ചവൻ കണ്ണടയ്ക്കാതെ നടന്നു വിയർത്തവൻ പെറ്റമ്മയാണിവൾ 101 മക്കളെ തെറ്റാതെ മാർഗം തെളിച്ചു വളർത്തിയോൾ കഷ്ടത തിന്നു മാറത്തലച്ചോടിയോൾ ശിഷ്ടജന്മത്തെ ശപിച്ചു ജീവിച്ചവൾ ഇതു കവി വൃദ്ധിക്ഷയങ്ങൾക്കുമപ്പുറം സ്ഥിരതാരക പ്രഭമുൾമൊടിയാക്കിയോൻ ഇരവുപകരില്ലാതെ വർത്തമാനത്തിന്റെ കുരിശും ചുമന്ന് മലകേറിയോൻ പീഡിതൻ നിന്ദിതർക്കും പ്രദർശനശാലയിൽ നിർവികാരം നടക്കുന്നു റോബോട്ടുകൾ കാട്ടുതേന്താത്ത മുളങ്കുഴലാണിത് ഗോത്രരാജാവിൻ ജനനേന്ദ്രിയം ഇത്
ശാസ്ത്രകാരന്റെ തലച്ചോറിത്, നീലനേത്രങ്ങളാൽ വേട്ടയാടിയ പെണ്ണിത്, യന്ത്രസല്ലാപം പിറക്കുന്നതിന് മുൻപ് സംഗമഗീതം കുടിച്ച കാട്ടാറിവൾ, ഞായറോടൊപ്പമുണർന്ന് നിലങ്ങളിൽ ഞാറുനട്ടിട്ടും വിശന്ന കരുത്തിവൾ, പാറ പൊട്ടിച്ചു വിയർത്തിട്ടും ഓർമ്മയിൽ പാൽ നിറം പോലുമില്ലാത്ത വരുത്തിവൻ, ഇതു ഹൃദയം, ഇതു വിരൽ, ഇതു കാൽനഖം, സ്നേഹഭരിതം ത്രസിച്ച ഞരമ്പുകളാണിത്, സ്മരണകൾ സൂക്ഷിച്ച മസ്തിഷ്കമാണിത്, ഇത് മുഖം, ഇത് മുടി, ഇത് മുലപ്പാൽ പൊടി. വജ്രം വിളഞ്ഞ ചരിത്ര ഖനികളിൽ ലജ്ജയില്ലാതെ അലഞ്ഞു റോബോട്ടുകൾ, പെട്ടെന്നു ചെങ്കൽ കവാടത്തിനിപ്പുറം പൊട്ടിത്തെറിച്ചു അണുബോംബുകൾ, സർവവും കത്തിയമർന്നു പ്രകമ്പനം കൊള്ളുന്നു നക്ഷത്രവും സൂര്യനേത്രവും സൂക്ഷ്മവും, കുറ്റിരുട്ടിന്റെ കാർബൺ പുതപ്പിനുള്ളിൽ മുട്ടി മരിച്ചു കിടക്കുന്നു യാന്ത്രികർ. അപ്പോഴും മർത്യശില്പങ്ങൾ വിളിക്കുന്നു, അപ്പോഴും മർത്യശില്പങ്ങൾ വിളിക്കുന്നു, മൃത്യുവില്ലാത്തോ പ്രദർശനം കാണുക. മലയാളത്തിലെ ആദ്യത്തെ സിനിമയായ വിഗതന്മാരുടെ നായിക പി.കെ. റോസിയെ ആട്ടി ഓടിച്ച കഥ നിങ്ങൾക്കെല്ലാവരും അറിയാമല്ലോ. അത് ദീർഘം പറയുന്നില്ല. ആ രാത്രിയാണ് ഈ കവിതയുടെ പ്രമേയം. നടിയുടെ രാത്രി. വീട്ടിനെ തീയിക്കുകയാണ്. തീ പിടിക്കുന്ന വീട്ടിൽ നിന്നും മലയാള സിനിമയിലെ ആദ്യത്തെ നായിക ഇറങ്ങി ഓടുക. സിനിമയിലല്ല, ജീവിതത്തിൽ, സ്വന്തം ജീവിതത്തിൽ. ആ രാത്രി അഭ്രത്തിലല്ല സ്വപ്നത്തിലല്ല ഓടുന്നു കട്ടിയിരുട്ടിൻ ഹൃദയത്തിലേക്കവൾ, എള്ളിനോടൊപ്പം കുരുത്ത പി.കെ. റോസി, മുള്ളിലും റോസാതലത്തിലും വീണവൾ. കന്നിച്ചലച്ചിത്രനായിക രാത്രിയിൽ എങ്ങും ഒരാശ്രയമില്ലാതെ പായവേ, രക്ഷിച്ചതില്ല യഹോവ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥർ, തൊണ്ടയിൽ അർബുദ പുറ്റുമായി മിണ്ടാതെ നിന്നു വിഗതകുമാരന്റെ ചിഹ്നമറിഞ്ഞ ചരിത്ര മഹാമുനി. എന്തായിരിക്കാം സിനിമ പുതുമഴ ചെന്നവൾ സൂര്യമുറ്റത്ത്, മൂടിപ്പുതച്ചവ ക്യാമറ എന്നൊരാൾ, വാടിത്തളർന്നൊന്നു നിൽക്കുന്നു മറ്റൊരാൾ, കോടിയുടുത്തു ചിരിച്ചുകൊണ്ടങ്ങനെ വാവാടിയും കൊക്കര കുട്ടിയും, ഞാറിന്റെ കൗതുകം പോൽ വിഴിഞ്ഞിട്ടിയും, പൂമരം പോലെ നിശബ്ദയായി നിന്നും കാണികളില്ലാത്ത നാടകമാണെന്ന് ഭാവന കൊണ്ടു വിത്തിട്ടു പിരിഞ്ഞവൾ, പാടം നിറഞ്ഞു കവിയും വിളവിനാണ് ഈ വിതയെന്ന് നിനയ്ക്കാതെ റോസി. പിന്നെ ഇരുട്ടിൽ തിരശീലയിൽ കണ്ടു മിന്നി മറഞ്ഞു തുടിക്കുന്ന പെണ്ണിനെ, അരിയൊരുമ്പെട്ടവൾ നടിക്കുന്നവൾ, ആണിനോടൊപ്പം ഇറങ്ങി നടപ്പവൾ, കുപ്പമാടത്തിലൊടുങ്ങേണ്ടവൾ, തീണ്ടി നിൽക്കുന്നു മുന്നിൽ അഹങ്കാരരൂപിണി. ആദ്യ വെള്ളിത്തിര കീറി മേലാളന്റെ ധാർഷ്ട്യം വിധിച്ചു കൊടും പാപിയാണിവൾ, വേശ്യ മനുസ്മൃതി അട്ടിമറിക്കുന്ന ദൂഷ്യം കൊളുത്തിയോൾ കൊല്ലുകീ യക്ഷിയേ. തമ്പുരാക്കന്മാരെറിഞ്ഞ തീക്കൊള്ളിയാൽ വെന്തു വീഴുന്നു കുമിൾക്കുടിൽ, ഉള്ളിലെ ഉപ്പു ചിരട്ട പഴന്തുണി, ഈസ്റ്ററിൻ പിറ്റേ നടിച്ചറിവൺ ചാന്ത് കൺമഷി. രാത്രിയൊടുങ്ങി തമിഴകത്തിൽ പനയോലയും വെയിലും സിനിമ പിടിക്കുന്നൊരൂരിൽ, വേരില്ല പേരില്ല ഒടുങ്ങുന്നു റോസി, ഭ്രാന്താലയത്തിന്റെ നക്ഷത്ര സാക്ഷി. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു.